നമസ്കാരം. ഇന്ത്യ വേസ് വെസ്റ്റ് ഇൻഡീസ് സെക്കൻഡ് ടെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസം ജയ്സ്വാൾ കൊണ്ടുപോയി. ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്നിങ്സ്, എക്സ്ട്രാ ഓർഡിനറി ഒരു ഇന്നിങ്സ്. ഇത് വെസ്റ്റ് ഇൻഡീസ് ആണ്, അത്ര സ്ട്രോങ് അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 173 റൺസ് അടിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം KL രാഹുൽ ഔട്ടായത് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ സായ് സുദർശൻ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തിട്ട് ഔട്ടായത് നമ്മൾ കണ്ടു. സോ ഒരു ഡിറ്റർമിനേഷൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ജയ്സ്വാൾ ഈ ഒരു 173 അടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ഭാവി ക്രിക്കറ്റർ, ഓൾ ഫോർമാറ്റ് ക്രിക്കറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ജയ്സ്വാൾ എന്നുള്ളത് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 26 ടെസ്റ്റ് മാച്ച് ആയതേ ഉള്ളൂ. അതായത് പുള്ളി ഇപ്പോൾ 7 സെഞ്ചുറി ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അത് ഒന്ന് ഇംഗ്ലണ്ടിൻ്റെ കൂടെയാണ്. ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ അടിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇത് 2ാമത്തെ സെഞ്ചുറിയാണ്. ഇന്ത്യയിൽ വെച്ച് തന്നെ ഇംഗ്ലണ്ടിനെതിരെ അടിച്ചിട്ടുണ്ട്. ഇതിൽ മിക്കവാറും എല്ലാ സെഞ്ചുറിയും നല്ല ടീമിൻ്റെ കൂടെ നല്ല ടഫ് കണ്ടീഷൻസിൽ അടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസായിട്ട് ഇപ്പോൾ അടിച്ചു എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ടാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അത്ഭുതമില്ല. SSC ജയ്സ്വാളിനെ പോലെ ഒരു പ്ലെയർ ODIയിലും T20യിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ഒരു ജനറേഷണൽ ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഇപ്പോൾ ടെസ്റ്റിൽ ഒരു ഫോർമാറ്റിൽ കളിക്കുന്ന ഫോർമാറ്റിൽ ഇത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ, ഇത്രയും കാണിച്ചു തരുന്ന ഒരു പ്ലെയറിനെ മറ്റ് ഫോർമാറ്റുകളിൽ ട്രൈ ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് അതിന് മേളിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ആണ്. വേറെ രാജ്യങ്ങളൊക്കെ ഓരോ ടാലൻറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത്ര ഒരു ടാലൻറ്റിനെ വെച്ചിട്ട് ഇന്ത്യ മറ്റ് ഫോർമാറ്റിൽ കളിപ്പിക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ചും T20യിൽ അതിൽ ODIയിൽ അവസരങ്ങൾ കൊടുക്കാതിരിക്കുന്നത് വളരെ 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 അൺബിലീവബിൾ ആണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ആ ടെമ്പറമെൻറ്റിനാണ് ആ ബിൽഡ് ചെയ്യുന്നത്. അത് ഡിറ്റർമിനേഷൻ ഭയങ്കരമാണ്. എന്ന് അടിക്കും, ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിൽ അടിച്ചില്ല, അതുകൊണ്ട് ഇവിടെ അടിക്കും. അത് ജയ്സ്വാളിനെ സംബന്ധിച്ച് എവിടെ പോയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 1-2 കളി അടിക്കാതിരുന്നാൽ അടുത്ത കളി വന്ന് സെഞ്ചുറി അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നല്ല ടെമ്പറമെൻറ്റോടുകൂടി കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വലിയ ഇന്നിങ്സുകൾ കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലും വേഗത്തിൽ ഈ ഒരു, അതായത് 3000 ഇൻ്റർനാഷണൽ റൺസ് ഇപ്പോൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 2400 ടെസ്റ്റ് റൺസ് അടിച്ചു കഴിഞ്ഞു പുള്ളി. 50+ ആവറേജ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ടെസ്റ്റ് ഡബിൾ സെഞ്ചുറിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. സോ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് 24 വയസ്സേ ഉള്ളൂ ഈ പയ്യന്. ഇത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് അതുമാത്രമല്ല ഈ പുള്ളിയുടെ ഹിസ്റ്ററി നമുക്കറിയാം, ഏത് കണ്ടീഷൻസിലൂടെ എന്തൊക്കെ സ്ട്രഗിളിലൂടെ കയറി വന്നിട്ട് ക്രിക്കറ്റിലേക്ക് വന്നതാണെന്ന്. സോ ജയ്സ്വാൾ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ജയ്സ്വാൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സോ ഈ എത്രയും പെട്ടെന്ന് തന്നെ ജയ്സ്വാളിന് ODIയിലും T20യിലും കളിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഈ ഒരു കൈൻഡ് ഓഫ് ക്ലാസ്, ഈ ഒരു കൈൻഡ് ഓഫ് ഇന്നിങ്സ് നമുക്ക് മറ്റു ഫോർമാറ്റുകളിലും കാണാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ഇനി മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 318 റൺസ്, 2 വിക്കറ്റേ നഷ്ടപ്പെട്ടുള്ളൂ. അതിനകത്ത് 2 വിക്കറ്റ് നഷ്ടപ്പെട്ടത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ബോളിലാണ്. 2 ബോളും അൺപ്ലേയബിൾ ആയിട്ടുള്ള ഒരു ബോളായിരുന്നു. പ്രത്യേകിച്ച് KL രാഹുലിൻ്റെ കിളി പോയൊരു ബോൾ. പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഡേയിൽ ഇങ്ങനൊരു എന്താ പറയുക സംഭവം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ടേണ് പക്ഷേ സ്റ്റെപ്പ് ഔട്ട് ചെയ്തെന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു വിക്കറ്റ് KL രാഹുലിൻ്റെ പോയി. അതുപോലെ തന്നെ സായ് സുദർശൻ്റെ വിക്കറ്റ് ഒരു ലൈഫ് കിട്ടിയെങ്കിൽ പോലും പോയ വിക്കറ്റ് ആ കിട്ടിയ ബോളറിന് കിട്ടിയ ടേണ് അത് അൺബിലീവബിൾ ആയിട്ടുള്ള ടേണായിരുന്നു. സോ അങ്ങനെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഗിൽ ഇപ്പോൾ 20 റൺസ് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സായ് സുദർശൻ്റെ ഇന്നിങ്സ് 87, 165 ഒരു സെഞ്ചുറി അടിക്കാനുള്ള അവസരം സായ് സുദർശൻ മിസ് ചെയ്തു. പക്ഷേ നോട്ട് ബാഡ്. നമ്പർ 3 പൊസിഷനിലേക്ക് വന്നിട്ട് ഒരു നല്ലൊരു സ്കോർ അങ്ങോട്ട് മുന്നോട്ട് വെക്കാനായിട്ട് സായ് സുദർശൻ പറ്റി എന്നുള്ളത് സായ് സുദർശനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇനി മുന്നോട്ടൊരു കുറച്ച് മാച്ചും കൂടെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഗുഡ് ഫോർ സായ് സുദർശൻ. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്ത് ഒരു സെഞ്ചുറിയിലേക്കും കൂടെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. അൺപ്ലേയബിൾ ആയിട്ടുള്ളൊരു ബോളാണെന്നാണ് എനിക്ക് തോന്നിയത്, ഔട്ടായ ബോൾ. ഇനി ഇന്ത്യ എവിടെ വരെ കളിക്കണം, ഇത് മുന്നോട്ട് എത്ര റൺസ് വരെ അടിക്കണമെന്ന് ചോദിച്ചാൽ ഒരു 600+ അല്ലെങ്കിൽ 700+ ഒക്കെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ധ്രുവ് ബാറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിന് ബാറ്റ് ചെയ്യട്ടെ, ജഡേജ വന്നിട്ട് ബാറ്റ് ചെയ്യട്ടെ. ഇന്ത്യ ഒരു നല്ല സ്കോർ നാളത്തെ ദിവസം മൊത്തം ബാറ്റ് ചെയ്തിട്ട് വലിയൊരു ബിഗ് സ്കോർ എടുത്ത് വെച്ചിട്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ 2 ഇന്നിങ്സ് എറിഞ്ഞിടുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു പിച്ചിൽ ഇപ്പോൾ ഈ പോയ 2 വിക്കറ്റൊക്കെ നോക്കുമ്പോൾ കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, ജഡേജയൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ വെസ്റ്റ് ഇൻഡീസിനെ തീർക്കാനേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഇൻഎക്സ്പീരിയൻസ് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യ പോലൊരു ടീമിനോട്, അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനോട് കളിക്കുമ്പോൾ ഇതുപോലുള്ള ഫ്ലാറ്റ് ട്രാക്ക് പോലുള്ളൊരു കണ്ടീഷൻ, ബോളിംഗ് അധികം സപ്പോർട്ട് കിട്ടാത്തൊരു കണ്ടീഷനിൽ കളിക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത് ബോളേഴ്സ് അവരവരുടെ കണ്ടീഷൻ അനുസരിച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ഓരോ ഓവറിൽ ഒരു ലൂസ് ബോൾ എങ്കിലും എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യക്ക്
അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളിന് ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ ഈസിയാക്കി കൊടുക്കുന്ന രീതിയിൽ ഫുൾ ടോസ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് KL രാഹുലിൻ്റെ വിക്കറ്റ് വന്നിട്ട് പോയിട്ട് സായ് സുദർശൻ വന്നിട്ട് ഫസ്റ്റ് ബോൾ കിട്ടുന്നത് ഫുൾ ടോസ് ആണ്. ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ബോളാണ് ഫസ്റ്റ് ബോൾ. അവിടെ പ്രഷർ ബിൽഡ് ചെയ്യാൻ അങ്ങനെയുള്ള കീ ആയിട്ടുള്ള മൊമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള സീരീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കണ്ടീഷൻ അവർക്ക് പരിചയമുള്ള, ഇന്ത്യ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. സോ ഇന്ത്യയുടെ കൂടെ കളിക്കുമ്പോൾ ഓൺ ദ ഗോയിൽ കണ്ടീഷനും ഓൺ ദ ഗോയിൽ ബാറ്റ്സ്മാനെ പഠിച്ച് അതിനനുസരിച്ച് ചേഞ്ചസും അതിനനുസരിച്ച് ബോളിംഗ് ചേഞ്ചസ് ആയാലും ഫീൽഡിംഗ് ചേഞ്ചസ് ആയാലും ചെയ്തിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ടീമിന് പറ്റണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ച് നമുക്ക് തരാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു ടീമിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അതിനുള്ളൊരു എക്സ്പീരിയൻസ് വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സിനോ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റനോ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി ഈ പിച്ച് രണ്ടാമത്തെ ദിവസത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ സ്പിന്നിനൊക്കെ സപ്പോർട്ട് ചെയ്യും, റഫൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനും കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് വിക്കറ്റ്സ് എടുക്കാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിക്കട്ടെ. അടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഒരു 500 റൺസോ അല്ലെങ്കിൽ 600 റൺസിനകത്ത് ഇന്ത്യ ഓൾ ഔട്ട് ആക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുകയാണെങ്കിലും എന്നിട്ട് ഒരു 2 ദിവസം ബാറ്റ് ചെയ്യാനോ, അല്ലെ 2 ദിവസം നടക്കാത്ത കാര്യമാണ്, ഒരു ദിവസമെങ്കിലും കംപ്ലീറ്റ് ബാറ്റ് ചെയ്തിട്ട് നല്ലൊരു സെക്കൻഡ് ഇന്നിംഗ്സ് ഒരു സമനിലയിലേക്കെങ്കിലും ഈ ടെസ്റ്റിനെ എത്തിക്കാൻ വെസ്റ്റ് ഇൻഡീസിന് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എന്തായാലും നോക്കിക്കാണുന്നത്. ഇതിലിപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആണ്. യശസ്വി ജയ്സ്വാളിനെ പോലുള്ള പ്ലെയേഴ്സ് ഇങ്ങനെ നെടുന്തൂണ് പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയുള്ള പിച്ചുകളിലോ കണ്ടീഷനിലോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. സോ അതാണ് കണ്ടീഷൻ. എന്തായാലും നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ബാക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.